കോവിഡ് കാലത്ത് പ്രതിരോധത്തിനു വേണ്ടി PPE കിറ്റ് വാങ്ങിയതിൽ ക്രമക്കേടെന്ന് CAG റിപ്പോർട്ട്. PPE കിറ്റ് ക്രമക്കേടിൽ 10.23 കോടി രൂപ അധിക ബാധ്യത ഉണ്ടായി. പൊതുവിപണിയേക്കാൾ 300 ഇരട്ടി കൂടുതൽ പണം നൽകി PPE കിറ്റ് വാങ്ങി. 2020 മാർച്ച് 28-ന് 550 രൂപയ്ക്ക് PPE കിറ്റ് വാങ്ങി. മാർച്ച് 30-ന് 1550 രൂപയ്ക്ക് മറ്റൊരു കമ്പനിയിൽ നിന്ന് PPE കിറ്റ് വാങ്ങി. 2 ദിവസത്തിൽ PPE കിറ്റിന്റെ വില 1000 രൂപ കൂടി. കുറഞ്ഞ തുകയ്ക്ക് PPE കിറ്റ് നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത കമ്പനിയെ തഴഞ്ഞുവെന്നും CAG വെളിപ്പെടുത്തി. സാൻ ഫാർമ എന്ന കമ്പനിക്ക് മുൻകൂറായി മുഴുവൻ പണവും നൽകി. പ്രതിപക്ഷ ആരോപണം ശരിയെന്ന് CAG വ്യക്തമാക്കി. നിയമസഭയിൽ സമർപ്പിക്കപ്പെട്ട CAG റിപ്പോർട്ടിൽ സംസ്ഥാനത്തെ പൊതുജനാരോഗ്യ മേഖലയുടെ ഗുണനിലവാരക്കുറവിനെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു. പൊതുജനാരോഗ്യ മേഖലയ്ക്ക് ഗുണനിലവാരമില്ലെന്നും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരും ആരോഗ്യ പ്രവർത്തകരും സംസ്ഥാനത്ത് കുറവെന്നും CAG റിപ്പോർട്ടിൽ പരാമർശിക്കുന്നു. ആർദ്ര മിഷൻ ഉദ്ദേശലക്ഷ്യം നിറവേറ്റുന്നില്ലെന്നും മെഡിക്കൽ കോളേജുകളിൽ അക്കാദമിക് പ്രവർത്തനം ആരംഭിക്കുന്നതിൽ അസാധാരണ കാലതാമസമെന്നും റിപ്പോർട്ടിൽ കുറ്റപ്പെടുത്തലുണ്ട്. കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ ലിമിറ്റഡിനും രൂക്ഷ വിമർശനമാണ് റിപ്പോർട്ടിലുള്ളത്.